ഹലോ ഗൈസ്, ഇത് നാസ് വണ്ടർവേൾഡിൽ നിന്നാണ്. ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണ്. ഇന്ന് ചമ്പാവരയാണ്, അതുകൊണ്ട് ഹെവി ആകുന്നത് കൊണ്ട് കുറച്ച് മതി ചോറ്. ഇന്ന് ഞങ്ങളുടെ കറികൾ ചൂര, ട്രിവാൻഡ്രം സ്റ്റൈൽ തേങ്ങ അരച്ച കറി. എല്ലാവർക്കും അറിയായിരിക്കും. സാധാ തേങ്ങ അരച്ച കറി, അല്ലാതെ മുളകിട്ട കറിയുണ്ട്. മുളകിട്ട കറി, പിന്നെ രസം മല്ലിയില, തക്കാളി, കായം, മുളക് പൊടി ഒക്കെ ഇട്ട്, ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട ഒരു രസം. പിന്നെ ഇത് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് നെത്തോലി എന്നാണ് പറയുന്നത്. ഈ ഫ്രൈ നെത്തോലി. നിങ്ങളവിടേക്ക് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യോ. നെത്തോലി ഫ്രൈ. ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അത് തൈരുമായിട്ട് ചേർത്ത് മിക്സിയിലടിച്ച് കടുക് താളിച്ച് കരിവേപ്പില കടുക് ഇട്ട് എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് സാധാ മാങ്ങാക്കറി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊണ്. നമുക്കിതൊന്ന് വിളമ്പിയാലോ. എനിക്കിഷ്ടം തലയാണ്. നല്ല ചൂരക്കറി, ബീട്രൂട്ട് പച്ചടി. എന്ത് കളർഫുള്ളാണല്ലേ, യെല്ലോ. പിന്നെന്താ മൈ ഫേവറേറ്റ്, നെത്തോലി പൊരിച്ചത്, നെത്തോലി ഫ്രൈ. പിന്നെ എവർ ഫേവറേറ്റ് മാങ്ങാച്ചാർ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും. മാങ്ങ കറി എന്ന് പറയും. സോ യമ്മി. റെസിപ്പി ഞാൻ ഇട്ടേക്കാമേ. ഇതിൻ്റെ എല്ലാം മുളക് കറിയും ചൂരയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. 2 കറി. ഇന്ന് മീൻ കറിയിൽ പച്ചക്കരച്ച് തേങ്ങ പച്ചക്കരച്ചെന്നാണ് ഇവിടെ പറയുന്നത്. തേങ്ങ അരച്ച കറിയും മുളകിട്ട കറിയും ചൂരയുടെ. ഇന്നത്തെ ഫുഡായത്. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചായിരുന്നോ? നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവോ, എന്താ കഴിച്ചതെന്ന്. ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ? തേങ്ങ അരച്ച ചൂരക്കറി, അതോ വറുത്ത് അരയ്ക്കുമോ? എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാവോ. പ്ലീസ് സബ്സ്ക്രൈബ്, like and share. Please subscribe my channel. Bye. Bye bye.